ഈ അടുത്തിടെ കുറേ നാളായി നമ്മുടെ ചാനലിൽ നമ്മൾ മൂവി റെക്കമെൻഡേഷൻ മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. സോ നമുക്കൊരു വെറൈറ്റി വേണ്ടേ? വേണ്ട, ഇത് തന്നെയായിട്ട് മുന്നോട്ട് പോവാം. സോ ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ, ഈ ഒരു സീരീസിൻ്റെ മറ്റൊരു പാർട്ടായിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യാനായി പോവുക. ലാഗടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ലിസ്റ്റിലെ ആദ്യത്തെ സിനിമയാണ് ഗുഡ് ഫെല്ലസ്. 1990 മാർട്ടിൻ സ്കോർസേസിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു എവർ ടൈം ക്ലാസിക് ചിത്രമാണിത്. നമ്മൾ ഗാങ്സ്റ്റർ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ഗോഡ് ഫാദർ മൂവിയൊക്കെ ആയിരിക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന മറ്റൊരു സിനിമയാണ് ഗുഡ് ഫെല്ലസ്. ഏറ്റവും അധികം റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള സിനിമ എന്ന IMDbയുടെ ലിസ്റ്റിൽ 18ാം സ്ഥാനമാണ് ഈ ഒരു സിനിമയ്ക്കുള്ളത്. തൻ്റെ ചെറുപ്പം മുതലേ തൻ്റെ വീടിനടുത്തൊക്കെ ഉണ്ടായിരുന്ന ഗാങ്സ്റ്റേഴ്സിനെ കണ്ടു വളർന്നു വന്ന ഹെൻറി ഹിൽ എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ കഥയാണ് മൂവിയിലൂടെ ത്രൂ ഔട്ട് കാണിക്കുന്നത്. പിന്നീട് ഒരു ഗാങ്സ്റ്ററായി മാറുന്ന ഹെൻറി ഹില്ല് എങ്ങനെയൊക്കെയാണ് തൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതെന്നും എന്തൊക്കെ പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നു എന്നെല്ലാം വളരെ കൃത്യമായി തന്നെ കാണിക്കുന്നു. റേ ലയോട്ടയോടൊപ്പം തന്നെ ഈ ഒരു സിനിമയിൽ റോബർട്ട് ഡെനീറോയെയും ജോ പെഷിയെയും നമുക്ക് കാണാനായി സാധിക്കുന്നു. എന്തിനു പറയുന്നു, മാർട്ടിൻ സ്കോർസേസിയുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസുകളിൽ ഒന്ന് തന്നെയാണ് ഗുഡ് ഫെല്ലസ്. ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമയാണ് ഫോറസ്റ്റ് ഗം. ഇതൊരു ക്ലാസിക് ടോം ഹാങ്ക്സ് ചിത്രമാണ്. 1994 ഇറങ്ങിയ ഈ ഒരു സിനിമ ഒരു 10 out of 10 റേറ്റിംഗ് തന്നെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് IQവും കാലിന് കുറച്ച് വയ്യായ്മയുള്ള ഫോറസ്റ്റ് ഗം എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാണ് തൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എങ്ങനെ അദ്ദേഹം സക്സസ്ഫുൾ ആകുന്നു എന്നെല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒരു ഫീൽ ഗുഡും ഇമോഷണലുമായിട്ടുള്ള ഒരു സിനിമയാണ് ഫോറസ്റ്റ് ഗം. സ്റ്റോറിയെ നല്ല രീതിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യാനും നിർമ്മാതാക്കൾക്ക് ഈ ഒരു സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. കണ്ടിരിക്കേണ്ട നല്ലൊരു സിനിമ തന്നെയാണ് ഫോറസ്റ്റ് ഗം. ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമയാണ് ദ ട്രൂമാൻ ഷോ. വളരെ വെറൈറ്റി ആയുള്ള ഒരു സ്റ്റോറി ലൈനിൽ മുന്നോട്ട് പോകുന്ന ഒരു കഥയാണിത്. വമ്പൻ ഹിറ്റ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ. 1998 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആയുള്ള ജിം ക്യാരി തന്നെയാണ് സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ട്രൂമാനെ അവതരിപ്പിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എവിടെ പോകുന്നു പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുഴുവൻ TV-യിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്താൽ എങ്ങനെയിരിക്കും? അങ്ങനെ ട്രൂമാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ലൈഫ് ഫുള്ള് തന്നെ കുറച്ച് ആൾക്കാർ ചേർന്ന് TV-യിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇങ്ങനെയെല്ലാം വന്ന് തൻ്റെ ലൈഫിൽ എന്തോ സസ്പീഷ്യസ് ആയി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ട്രൂമാൻ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ശ്രമിക്കുന്നതാണ് സിനിമയുടെ പ്രതിപാദ്യ വിഷയം. ട്രൂമാൻ ഷോയുടെ എൻഡിങ് വളരെ ഹോൾസമായുള്ള ഒരു രീതിയിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വളരെയധികം ഇമോഷണലായിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ട്രൂമാൻ ഷോ എന്ന് പറഞ്ഞാൽ. പിന്നെ ജിം ക്യാരി വരുമ്പോൾ ഓഫ് കോഴ്സ് കോമഡി എലമെൻറ്റ് നല്ല രീതിക്ക് തന്നെ അതിലുണ്ടാകും. ഒരു പരിധി വരെ വേണമെങ്കിൽ ജിം ക്യാരിയുടെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് ദ ട്രൂമാൻ ഷോയെ നമുക്ക് വിളിക്കാം. സോ ഈ 3 സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് അതിനെപ്പറ്റിയും വീഡിയോ ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ വീഡിയോ ഉടനെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു ചാനൽ ഒരു ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ മടി കൂടാതെ അത് ചെയ്തു കൊള്ളുക, ഒരു കുഴപ്പവുമില്ല. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.